ഹലോ അസ്സലാമു മൈ ഹംഗർ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഞാൻ ഷംസിദ, ഇതെന്റെ ഹസ്ബൻഡ് സർഫ്രാസ്. എല്ലാരും വിളിക്കുന്ന പേര് ചെപ്പു, എല്ലാരും പീസായിട്ട് വിളിക്കാൻ പറ്റുന്ന പേരും ചെപ്പു തന്നെയാണ്. പിന്നെ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഹൗ വെൽ ഡു വി നോ ഈച്ച് അതർ, നമ്മൾ രണ്ടുപേരും പരസ്പരം എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് ഉണ്ടാക്കി തന്നത് എന്റെ ഒരു കസിനാണ്. ഓൾ അയച്ചു തന്നതാണ് ഇത് ഈ ഒരു വ്ലോഗ് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ അതിനുള്ള ആൻസർ നമ്മൾ രണ്ടാളും രണ്ട് പേപ്പറിൽ എഴുതി വെച്ചിന്. ചെപ്പ് ഒരു പേപ്പറിലാണ്. നമുക്ക് എത്രത്തോളം നമ്മൾ പരസ്പരം മനസ്സിലാക്കിയിട്ടെന്ന് നമുക്ക് ഇതിലോട്ട് തന്നെ നോക്കാം. അതെ, ഇതിന്റെ സ്റ്റാർട്ടിങ് ഓൾ തന്നെ എന്നോട് ചോദിക്കും. ഞാൻ ഫസ്റ്റ് ചോദിക്കും ചെപ്പിനോട്, വിച്ച് ഈസ് മൈ ഫേവറേറ്റ് കളർ, എന്റെ ഇഷ്ടപ്പെട്ട കളർ. എന്റെ ഇഷ്ടപ്പെട്ട കളർ യെല്ലോ അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാധാരണ നീ യെല്ലോ അല്ലേ സംഭവം നിങ്ങള് പറയുന്നുണ്ടാവുക അത് യെല്ലോ. മെഞ്ഞാന്ന് നമ്മള് ഷോപ്പിംഗിൽ പോയപ്പോ സാധാരണ യെല്ലോ ഡ്രസ് ഇട്ടതിനാലും കാണാൻ കുറച്ചും കൂടി കാണാൻ മൊഞ്ചുണ്ടാകാനും അതുകൊണ്ടാണ് ഞാൻ യെല്ലോ പറഞ്ഞത്. കാരണം യെല്ലോ ഇട്ടതിന് നല്ല കാണാൻ മൊഞ്ചാണ്. പിന്നെ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഞാൻ അങ്ങോട്ടോട് ചോദിക്കാം. സെയിം, ഏതാ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ കളർ? ബ്ലാക്ക്. സോറി, അല്ല, ബ്ലാക്ക് അല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എപ്പോ അത് കാറായാലും ബ്ലൂ കളർ. നിങ്ങൾ എല്ലാ ഷോപ്പിലും പോയിട്ട് ഫസ്റ്റ് നോക്കുന്നത് ബ്ലാക്ക് കളർ അല്ലേ? ഷോപ്പില് എനിക്ക് ആദ്യം ബ്ലാക്ക് ആയിരുന്നു. ബ്ലാക്ക് ഇഷ്ടം തന്നെ. ഏത് ഷോപ്പിൽ പോയാലും ഫസ്റ്റ് നോക്കുന്നത് ചെക്കും ബ്ലാക്ക് കളർ ടീഷർട്ട് അങ്ങനെയാണ് നോക്കില്ല എപ്പോഴും. ശരിയാണ്, ബ്ലാക്കും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കളർ ബ്ലൂ ആണ്. ബ്ലൂ, ഡാർക്ക് ബ്ലൂ. രണ്ടാർക്കും വട്ടപ്പൂച്ച. രണ്ടാർക്കും വട്ടപ്പൂച്ചയായി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് പ്ലേസ് ഐ വാസ് ബോൺ, നെയിം ഓഫ് ദ ഹോസ്പിറ്റൽ. ഏത് സ്ഥലത്താണ് ജനിച്ചത്, ഹോസ്പിറ്റലിന്റെ പേരും അറിയാം. അതെനിക്കൊരു സുമാറ് അറിയാം സംഭവം. ഇവിടെ ഏത് ഹോസ്പിറ്റലാണ് ജനിച്ചത്? കാരണം ജോസ്ഗിരി ഹോസ്പിറ്റൽ അല്ല, സംഭവം ഞാൻ ഊഹം വെച്ചത്. കുറെ മുമ്പ് ഓൾ എന്നോട് ചോദിച്ചിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഹോസ്പിറ്റലിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു എന്നോട്. അപ്പൊ എനിക്ക് തോന്നി അങ്ങനെ ഒരു ഊഹം വെച്ചിട്ട് ഞാൻ പറഞ്ഞ സംഭവം കറക്റ്റ്. ഓക്കെ, എനിക്കൊരു പോയിന്റ് കിട്ടിയ. അപ്പൊ ഇനി സെയിം ഞാൻ അങ്ങോട്ട് ചോദിക്കും, ഞാൻ ഏത് ഹോസ്പിറ്റലാണ് ഞാൻ ജനിച്ചത്, എന്നെ പ്രസവിച്ചത്? കരുണ, പണ്ടത്തെ കരുണ ഹോസ്പിറ്റലാണ് തോന്നുന്നു, തലശ്ശേരി. അല്ല, തെറ്റിപ്പോയി. അതോടുകൂടി തെറ്റിപ്പോയ. കാരണം വെച്ചാല് എന്റെ ഉമ്മ എന്നെ തെറ്റിപ്പോയി. അതോടുകൂടി തെറ്റിപ്പോയ. കാരണം വെച്ചാൽ പ്രസവിച്ചത് പിന്നെ എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് പ്രസവിച്ചത്. നിങ്ങളെ പ്രസവിച്ചത് നിങ്ങളെ വീട്ടിൽ നിന്നാ? ആരല്ലോ പ്രസവിച്ചത് വീട്ടിൽ തന്നെയാ? എന്റെ വീട്ടിൽ നിന്ന് തന്നെ എന്നെ പ്രസവിച്ചത്. എന്നോട് പറഞ്ഞത് അങ്ങനെ. ഞാൻ സംഭവം ഞാൻ ഇപ്പൊ അടുത്ത കാലത്താണ് ചോദിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ മനസ്സിലുണ്ട്. പണ്ടത്തെ കാലത്ത് വീട്ടിൽ നിന്ന് കൊല്ലം ഇപ്പൊ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. പണ്ടത്തെ കാലം എന്ന് പറയുന്ന സമയത്ത് ചില ആൾ ചിന്തിക്കുമല്ലോ, അപ്പൊ ഇവർക്ക് എത്ര വയസ്സായി ഇവിടെ? വയസ്സൊന്നായിട്ടില്ല, എന്നാലും പിന്നെ കുറച്ച് ചെറിയ വയസ്സില്ല. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ഒരു പോയിന്റ്. എനിക്കൊരു പോയിന്റ് കിട്ടി, ഞാൻ 0. ഓക്കെ, അടുത്തത് വിച്ച് ഇയർ ഐ കം ടു ദുബായ് ഫസ്റ്റ്. അതായത് വന്നത് ഫസ്റ്റ് ആയിട്ട് ഞാൻ തന്നെയാണ് ഇവിടെ കൂട്ടിയതില്ല. 2000 ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ്. അതെ, 2013 23-ാം തീയതി ഇവിടെ ലാൻഡ് ചെയ്തത്. അത് ഓർമ്മയുണ്ട്. പിന്നെ വർഷമല്ല, അതന്നെ 2000. അത് മാത്രം പറഞ്ഞു. 2013 അല്ലെങ്കിൽ 2014 ഏതെങ്കിലും ഒന്ന് പറ, ഉറപ്പിക്കുമല്ലേ? 2014. സോറി, 2014 കറക്റ്റ്. കാരണം 2013 നമ്മളെ കല്യാണം കഴിഞ്ഞ. അല്ല, 2013 നമ്മള് കല്യാണം കഴിഞ്ഞ്. പിന്നെ ഫസ്റ്റ് ടൈം
ദുബായിൽ വരുന്നത് വിസിറ്റിങ്ങിന്. 14 യെസ് കറക്റ്റ്. സെയിം അപ്പൊ എനിക്ക് 2 പോയിന്റ്. കാരണം സെയിം ഞാൻ ചോദിക്കുന്ന ഇവരോട്, ഞാൻ ഏത് വർഷമാണ് ഞാൻ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ വന്നത് ദുബായിൽ? 2010. സോറി തെറ്റിപ്പോയി. 10 വർഷമായത്. അത് 10 വർഷമായിന്നാ വന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് 10 വർഷമായി. അന്നോട് പറഞ്ഞത് 10 വർഷമായി ഗൾഫിലാണ്. അപ്പൊ എല്ലാരും എന്താ ചിന്തിക്കാന്? ഓക്കെ, ഞാന് എല്ലാരോടും പറയും, ഇവളോട് മാത്രല്ല, ഞാൻ ഒരുവിധ ആളോടും പറയും. അധികം ആൾ എന്നോട് ചോദിക്കും എത്ര വർഷമായി ഇവിടെ. ഞാൻ ഒരു 10 വർഷമായി. ഇപ്പൊ അല്ലാണ്ട് ഇപ്പൊ അവരോട് ഇപ്പം ചോദിക്കുന്നതുകൊണ്ട് നമുക്ക് ഇപ്പൊ കറക്റ്റ് പറയാൻ പറ്റില്ല. 2009 വന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോ നിങ്ങൾ എന്നോട് പറഞ്ഞത് ഞാൻ 10 വർഷമായി. 2009 ഇത് ഞാൻ സമ്മതിച്ചല്ലോ. ഇത് എനിക്ക് എന്തായാലും അതെങ്ങനെ തരാൻ പറ്റാന്? ഈ മാർക്ക് എന്തായാലും ഞാൻ പറഞ്ഞില്ല, ഒരുവിധ ആളെല്ലാം എന്നോട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ എത്രയായി വന്നിട്ട്. 10 വർഷം. അല്ലാണ്ട് ഇപ്പൊ അവരോട് ഇപ്പൊ നമ്മള് പറയുമോ 2009 പിന്നെ ഡിസംബറിലാ വന്ന് അങ്ങനെയൊന്നും പറയില്ലല്ലോ ആരും. 2009 ഡിസംബർ. അപ്പോ എനിക്ക് 2 പോയിന്റ് ഓക്കെ 0 ആണ്. ഓക്കെ നെക്സ്റ്റ്. ഇനി നെക്സ്റ്റ് ചോദ്യം. മൈ ഫേവറേറ്റ് ഫുഡ്. എന്റെ ഫേവറേറ്റ് ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രോസ്റ്റഡ് ചിക്കൻ. എപ്പോ നോക്കി തിന്നാലും മടുക്കാത്തൊരു സാധനം. നമുക്കെല്ലാം ഒരു ഏറ്റവും ഇഷ്ടം ചാർക്കോള് ബ്രോസ്റ്റഡ്, KFC അങ്ങനെ തന്നെ. എനിക്ക് ഇവിടുത്തെ ഗൾഫിൽ ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചാർക്കോൾ. നിങ്ങൾക്ക് വീട്ടിൽ എനിക്ക് സത്യം പറയാല, എനിക്ക് ഓക്കെ സെയിം. ഞാൻ എന്റെ അതേപോലെ തന്നെ ഞാൻ അവിടെ ചോദിക്കാം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? നിങ്ങൾക്ക് ഹോംലി ഫുഡ് ഇഷ്ടം. ഹോംലി ഫുഡാ പറഞ്ഞ അല്ലേ? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഹോംലി ഫുഡ് അല്ലേ ഇഷ്ടം? അത് കറക്റ്റാ. കാരണം ഞാൻ പുറത്തുനിന്ന് തിന്നല് വളരെ കുറവാ. അത് ഇവർക്ക് അറിയാം. ഇവിടെ ഞാൻ അപ്പം പറയും, ഇവിടെ എന്നോട് അപ്പം പറയും നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. അപ്പൊ വീട്ടിലെ ഫുഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു പോയിന്റ്. അപ്പൊ ഒരു പോയിന്റ് അവർക്കും 2 പോയിന്റ് എനിക്ക്. 3 പോയിന്റായി. എനിക്ക് 3ആയി. നിങ്ങൾക്ക് 3. ഞാനിപ്പോ ശരിയാ കറക്റ്റ് 3 പോയിന്റാ. അടുത്തത് എത്ര കിട്ടിയ? എനിക്കിപ്പോ 5 ലക്ഷം കിട്ടിയ ശേഷം അപ്പൊ അതിനെ കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യാം? 5 ലക്ഷം എനിക്ക് കിട്ടിയാൽ എങ്ങനെ കിട്ടിയാല്? എങ്ങനെയെങ്കിലും ബോണസ് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് 5 ലക്ഷം കിട്ടി. നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിപ്പല്ലോ അങ്ങനെയെങ്കിലും ഫ്രീ ആയിട്ട് 5 ലക്ഷം. അപ്പൊ 5 ലക്ഷം കിട്ടിയാല് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഞാൻ ആദ്യം എന്റെ എന്താ പറയണ്ട പിന്നെ എന്റെ കാര്യങ്ങളെല്ലാം ഫുള്ള് ക്ലിയർ ആക്കും മീൻസ് പിന്നെ എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. തെറ്റിപ്പോയി. നിങ്ങൾ ഞാൻ അന്തല്ല പറയണ്ട. 5 ലക്ഷം കിട്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാം? അപ്പൊ ഞാൻ കിട്ടി. ഞാനെന്താ ചെയ്യ 5 ലക്ഷം കിട്ടിയാൽ എന്താ ചെയ്യാന്നല്ല ചോദിച്ചത്. അപ്പൊ അന്തല്ല 5 ലക്ഷം തെറ്റിച്ചിട്ടാണ് ചോദിച്ച. അപ്പം എന്റെ അടുത്തല്ലോ തെറ്റ്. ഓക്കെ, നിനക്ക് 5 ലക്ഷം കിട്ടിയ നീ എന്നാ നിന്നോട് ചോദിക്കുന്നത്? നിനക്ക് 5 ലക്ഷം 5 ലക്ഷം എനിക്ക് കിട്ടിയാല് ഞാൻ എന്താ ചെയ്യാ നിങ്ങൾ പറയാം. ചെയ്യുമ്പോ ഞാനും അതന്നെ ചോദിക്കണ്ടേ? അതന്നെ ചോദിക്കണ്ട. പക്ഷെ നിങ്ങളെ ആൻസർ നിങ്ങൾ പറഞ്ഞു. ഞാനെന്താ ചിന്തിക്കാന്നുള്ള. ഓക്കെ, എനിക്ക് 5 ലക്ഷം കിട്ടിയാൽ ഞാൻ എന്താ ചെയ്യാ നീ എന്നോട് പറയണം. അനക്ക് 5 ലക്ഷം കിട്ടിയാല് ഞാൻ എന്താ ചെയ്യാന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു. അതിന്റെ ആൻസർ പറയാം. നിനക്ക് 5 ലക്ഷം കിട്ടിയാലല്ലേ? ഇവക്ക് 5 ലക്ഷം കിട്ടിക്കണെങ്കിൽ ഇവര് എന്താ ചെയ്യാന്ന് എനിക്കറിയാം. ഇവള് ഫസ്റ്റ് ചെയ്യാൻ പിന്നെ സ്വർണം വാങ്ങിക്കും. അതന്നെ ഇവള് ചെയ്യാൻ. വേറെന്ത് ചെയ്യാ? പിന്നെ ഇവക്ക് കിട്ടിയ എന്തു ഇതാണെങ്കിലും പിന്നെ ഇതിലും ഒരു ഇതുണ്ട്. കാരണം ഇവക്ക് അറിയുന്ന ഏത് ഭയങ്കര പിന്നെ നമ്മളെ റിലേറ്റീവ് ആണെങ്കിലും ആരാണെങ്കിലും എല്ലാവർക്കും ഡ്രസ്സും എല്ലാം ഇട്ടുകൊടുക്കാന് ഒരു മടിയില്ലാണ്ട്. പിന്നെ ഇവിടെ കാര്യം നോക്കും, സ്വർണം അത് ഇത് എല്ലാം. ഞാൻ ടൂറിന് പോവാന്ന് എഴുതിയത്. എങ്ങൾക്കില്ല അനക്കൂല്ല. ഇപ്പൊ ഇങ്ങൾക്ക് 3 അനക്ക് 1. എന്നെ അടുത്തത് ഫേവറേറ്റ് സ്പേസ് സോറി. അപ്പൊ ഞാന് അല്ല
ഡ്രീം പ്ലേസ്, എന്റെ ഡ്രീം പ്ലേസ് പറയുന്നത്. എന്റെ ഡ്രീം പ്ലേസ് പോവാൻ ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ട സ്ഥലമല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം യൂറോപ്പ്, തണുപ്പുള്ള സ്ഥലത്ത്. അതായത് അങ്ങനെയല്ല, ഒരു ജോർജിയ അങ്ങനത്തെ എല്ലാം അല്ലേ? കറക്റ്റ് അല്ലേ? എനിക്കറിയാം ഓക്ക്. പിന്നെ ഈ കേരളം, പിന്നെ നമ്മളെ നാട് ഇന്ത്യ ഒന്നും പിടിക്കൂല ഒരിക്കലും. ഇഷ്ടപ്പെട്ട പ്ലേസ് അപ്പൊ ഇങ്ങക്ക് അത് സെയിം. ഞാൻ എന്നോട് എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലേസ് ഏതാ? സ്വിറ്റ്സർലാൻഡ്. പോവാൻ ഇഷ്ടപ്പെട്ട സ്ഥലം, അതിപ്പോ പോവാൻ ഇഷ്ടപ്പെട്ട സ്ഥലം. കറക്റ്റ്, അത് കറക്റ്റാ പറഞ്ഞ. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം സംഭവം എങ്ങനെ അറിയാം? എപ്പോഴും എന്നോട് പറഞ്ഞേക്ക് സ്വിറ്റ്സർലാൻഡിൽ പോണോന്നുള്ളത്. അപ്പൊ അത്ര ക്വസ്റ്റ്യൻ നമ്മളിപ്പോ ഇത്രയായി ടോട്ടല് 6. ഓക്കെ, ഇനി നെക്സ്റ്റ് 7th. ഹൂ ഈസ് മോർ റൊമാൻറ്റിക്? റൊമാൻറ്റിക് ആരാ? നമ്മളിലാണ് റൊമാൻറ്റിക്, കൂടുതൽ റൊമാൻറ്റിക് ആരാ? നമ്മളുണ്ടാവല്ലോ. നമ്മള് രണ്ടുപേരില് കൂടുതൽ റൊമാൻറ്റിക് ആയിട്ട് ഉണ്ടാകുന്നത് അത് ഞാൻ തന്നെയാ തോന്നുന്നു. എനിക്ക് ഞാൻ തന്നെയാണ്. കാരണം ഇവിടെ അധികം റൊമാൻറ്റിക് ആയല്ല. കറക്റ്റ്, ഞാൻ ചെപ്പ് ചെയ്ത് അല്ല കറക്റ്റ്. റൊമാൻറ്റിക് ആവലില്ല, അതല്ല നിങ്ങൾ അത്ര ആവലില്ല പറഞ്ഞാൽ മതി. എന്റെ അത്ര ആവില്ല, അത് ഉറപ്പ് കറക്റ്റാ. ഓക്കെ, നെക്സ്റ്റ്. അതന്നെ സെയിം ഞാൻ എന്നോട് ചോദിക്കണം. കഴിഞ്ഞില്ല, രണ്ടും നിങ്ങൾ തന്നെയല്ലേ ആൻസർ പറഞ്ഞ. ഞാൻ എഴുതിയത് നിങ്ങളിപ്പോ പറഞ്ഞതല്ല സെയിം ആണ്. കൊറേ പൊട്ടത്തരം പറയുന്നുണ്ട് കേട്ടോ നമ്മള്. എന്താ ചെയ്യാ? കാരണം അത് രണ്ടും ഒരേപോലത്തെ ചോദ്യമാണ്. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആരാ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഉണ്ടാക്കുന്നത്, സോൾവ് ആക്കുന്നതും ആരാ? ഓക്കെ, അത് ഇപ്പൊ എങ്ങനെ ഇത് പറയണോ അല്ലെങ്കിൽ പറഞ്ഞാ പിന്നെ ഞാൻ അതേപോലത്തെ ചോദ്യം എനിക്കൂല്ലേ ചോദിക്കും. ഇത് രണ്ടും ഒരുമിച്ചിട്ടുള്ള ഒരേ ഇതാ എഴുതി വെച്ചത് ആരാണ് നോക്കണം. ഓക്കെ, ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഫൈറ്റ്, അതായത് പിന്നെ ദേഷ്യം പിടിച്ചിട്ട് സംസാരിക്കാൻ ഏറ്റവും ഫസ്റ്റ് ഉണ്ടാകുന്നത്. ഞാൻ ഒരിക്കലും ദേഷ്യം ഇല്ല, ആവശ്യമില്ലാത്ത ഞാൻ ചിന്തിക്കുന്ന ചെയ്യില്ല. ഞാൻ ചിലപ്പോ എനിക്കെന്നെ അറിയില്ല എന്തിനാ ദേഷ്യം പിടിക്കുന്നത്. സത്യം ചെപ്പോ അതാ ഏറ്റവും ദേഷ്യം പിടിക്കുന്നത്. പക്ഷെ ഞാൻ എഴുതി വെച്ചത് ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിക്കുന്നത് ഇവക്ക. ഞാൻ വന്നതിനാൽ ഞാൻ ആവശ്യത്തിന് ദേഷ്യം പിടിക്കുവേ. പക്ഷെ ചെപ്പ് അങ്ങനെയല്ല. ചെപ്പ് എനിക്ക് മനസ്സിലാവില്ല. ചിലപ്പോ എന്തിനാ ദേഷ്യം പിടിക്കുന്നതെന്ന് പോലും ഞാൻ വിചാരിക്കും എന്തിനോട് ദേഷ്യം പിടിക്കുന്ന എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്തിനാ ദേഷ്യം പിടിക്കുന്നത്. ഓക്കെ ഓക്കെ, ശരി, ഞാൻ സമ്മതിച്ചു. സോൾവ് ആക്കുന്നത് ഫസ്റ്റ് ആരാ? സോൾവ് ആക്കാനായിരിക്കും. സോൾവ് ആക്കാൻ ഞാൻ തന്നെ ഇവിടെ ഒരിക്കലും സോൾവ് ആക്കാൻ. നീ സോൾവ് ആക്കാൻ. ഞാൻ ഏറ്റവും പെട്ടെന്ന് സോൾവ് ആക്കി. ഇവള് ഒരു എന്താ പറയാ, ഒരു 2 ദിവസം വരെ അതേപോലെ തന്നെ ആ ദേഷ്യം അങ്ങനെ തന്നെ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് ചോദ്യം എത്രാമത്തെ? 9ാമത്തെ. ഓക്കെ, നെക്സ്റ്റ് 9th. നമ്മൾ രണ്ടാളും തമ്മിൽ ഫസ്റ്റ് കണ്ടപ്പോ നമ്മൾ രണ്ടാളും ഫസ്റ്റ് സംസാരിച്ചത് എന്താ? അതായത് ഞാന് പെണ്ണ് കാണാൻ ആദ്യമായിട്ട് ഇവിടെ വീട്ടിൽ പോയ സമയത്ത് എന്തെന്നാ സംസാരിച്ചത് ഫസ്റ്റ് ആയിട്ട്. പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് സംസാരിച്ചതായിട്ട് എനിക്കൊന്നും തോന്നില്ല. ഞാനും എന്റെ ഉമ്മയും മാത്രം പോയ കാണാൻ. അപ്പൊ ഞാൻ ചോദിച്ചു പേരെന്താന്ന് ചോദിച്ചാ എനിക്ക് തോന്നുന്നു അല്ലേ? വേറെ എല്ലാ ആൾക്കാരും എങ്ങനെയാ തോന്നുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെ ചോദിക്കില്ല. ഞാൻ അതേപോലെ പേരെന്താ ചോദിച്ച, വേറൊന്നും ഞാൻ ചോദിച്ചില്ല. അപ്പൊ എത്രയായി മാർക്ക് ഓർമ്മ? ഞാൻ തന്നെ ഇപ്പൊ കൂടുതലുള്ള. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആരായിരിക്കും കൂടുതൽ. കണ്ട ഇതില് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം എന്താ? എന്റെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്വഭാവം എന്താ പറയാ? എന്റെ ചെപ്പുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെപ്പുവിന്റെ കെയറിംഗ് ആണ്. നല്ല കെയറിംഗ് ആണ്. എവിടെ പോയാലും നമ്മളെ സപ്പോർട്ട് ചെയ്യും, നല്ലോണം കെയർ ചെയ്യും. സപ്പോർട്ട് മാത്രമേ നല്ലോണം കെയർ ചെയ്യും. പിന്നെ അന്റേലൊത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? എന്റെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് ഒന്നും ഇഷ്ടല്ലേ? ഒന്നും ഇഷ്ടമല്ല. ചിന്തിക്കില്ല കേട്ടോ. ഒന്നും ഇഷ്ടമല്ല. എന്തുകൊണ്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്തെന്നാ ഇത്രക്കാര്യം ആലോചിക്കാൻ
ആലോചിക്കാനുള്ള ചെപ്പു. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ സ്വഭാവത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. ആരും കാണണ്ട. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം ഒരു മിനിറ്റ്. ഇന്ത്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം എഴുതി വെച്ചിട്ടല്ലോ പറയണ്ട. ആരും ഓർത്ത് പറയണ്ടല്ലോ ചെപ്പു. അതായത് എപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കണം. അതല്ല അതാ ഞാൻ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്വഭാവം. നിനക്ക് ഏറ്റവും സന്തോഷം പറഞ്ഞാൽ ഞാൻ നല്ല സന്തോഷമായിട്ടിരിക്കും. ശരി, നമ്മളെപ്പോഴും അടിയില്ല. എല്ലാരും അടി ചെയ്യുന്ന പോലെ എപ്പോഴെങ്കിലെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് അടി ചെയ്യും. എപ്പോഴെങ്കിലും അടിയെന്നൊന്നും പറയാനില്ല. ഫൈറ്റിംഗ് ഒന്നല്ല, സൗന്ദര്യപ്പെടണം, അത്രേ ഉള്ളൂ. അത് എല്ലാ ആൾക്കാരും ഉണ്ടാകുന്നത് തന്നെയാണ്, ഒരാളായിട്ടൊന്നും ഉണ്ടാകുന്നില്ല. ഏറ്റവും ഇഷ്ടപ്പെടാത്ത സ്വഭാവം അത് ഞാൻ പറഞ്ഞ ഈ ചെപ്പുന്റെ ഏറ്റവും ഇഷ്ടപ്പെടാത്ത സ്വഭാവം എന്താണ്? പെട്ടെന്ന് എന്തിനാ ദേഷ്യം പിടിക്കുന്നത് എന്ന് മനസ്സിലാവാണ്ട് എനിക്ക് തന്നെ മനസ്സിലാവില്ല ചിലപ്പോ എന്തിനാ ദേഷ്യം പിടിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. അതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം. എന്റെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം ഇവിടെ, അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞാല്, പിന്നെ എപ്പോ നമ്മള് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് എപ്പോ നോക്കിയാലും പുറത്തു പോകണം. നമ്മള് ഇതല്ല എന്തിനാ പറയുന്നത്. ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം, എന്റെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം അതിനിപ്പോ ഞാൻ എപ്പോഴും പുറത്തു പോകണമെന്നറിയില്ല. ഇതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോ നമുക്കുണ്ടാവില്ല ഒന്ന് പുറത്തെല്ലാം പോകാനുള്ള ഒരു ആഗ്രഹം. എപ്പോഴും പുറത്തോളന്ന് ഞാൻ പറയാം. ഇവളെ കാര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുത്ത കാര്യം ഒന്നുമില്ല. കാരണം ഒന്ന് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. നമ്മള് ഇവർക്ക് എപ്പോ പുറത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞത് കൂടുതലായിട്ട് അവിടെ നമ്മള് ഫസ്റ്റ് മീറ്റ് ചെയ്തത് സ്പെഷ്യൽ. ഞാൻ ഫസ്റ്റ് തന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് എന്തെങ്കിലും ഫസ്റ്റ് തന്നു. ഞാനാകെ ഒരു പ്രാവശ്യം ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഇവള് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ല, എന്റെ ബർത്ത്ഡേക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് തന്നത് ഒരു ബ്ലൂ കളർ ഷർട്ടാണ്. കറക്റ്റ് അല്ല? ആ ബ്ലൂ കളർ ഷർട്ട് ഇന്നും എന്റെ കൈമലുണ്ട് ഇപ്പൊ. സത്യം പറഞ്ഞാല് നല്ല ഷർട്ടാട്ടോ. എനിക്ക് ബ്ലൂ കളർ, ഞാൻ പറഞ്ഞ ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഉണ്ട് ആ ബ്ലൂ. അല്ല, നല്ലൊരു ബ്ലൂ തന്നെ. നേവി ബ്ലൂ അല്ല, ഡാർക്ക് മീൻസ് അധികം ഡാർക്കും അല്ല, നല്ല ബ്ലൂ. എനിക്ക് ഫസ്റ്റ് ആണ് നിങ്ങളൊരു സ്കൈ ബ്ലൂ റിങ്. എന്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് എന്റെ ഫസ്റ്റ് ബർത്ത്ഡേ അന്നൊരു റിങ് തന്നു. ഫസ്റ്റ് ആണ്. നെക്സ്റ്റ് ചോദ്യം, ലാസ്റ്റാ. നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള സാധനം? ചെപ്പൂന് ഏറ്റവും പേടിയുള്ള സാധനം പ്രത്യേകിച്ച് പറയാനില്ല, എല്ലാവർക്കും പേടിയുള്ള സംഭവം തന്നെ, പാമ്പ്. കറക്റ്റ്. എനിക്ക് ജീവിതത്തിൽ വേറൊന്നിനെ ഞാൻ ഇതുവരെ പേടിച്ചിട്ടുണ്ട്. ഏറ്റവും പേടി പാമ്പാ. കാരണം പാമ്പിനെ നമുക്ക് കാണാൻ പറ്റൂല, ഏത് സമയത്താ നമ്മളെ പ്രതികരിക്കാൻ ഒന്നും പറയാൻ പറ്റൂല. അതേറ്റവും ഭയങ്കര പേടി. എപ്പോഴല്ലോ പറഞ്ഞ സംഭവം. കാരണം ഏറ്റവും എനിക്ക് ചില സമയത്ത് രാത്രി ഒറ്റക്ക് കിടക്കുമ്പോൾ തന്നെ ഒരു പേടിയാ. കട്ടിലിന്റെ അടിയിലെല്ലാം നോക്കിയിട്ട് ഞാൻ കിടന്നുറങ്ങല്. സത്യമായിട്ടും. എനിക്ക് ഏറ്റവും പേടിയുള്ള സംഭവം എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഏറ്റവും പേടി എന്റെ വീട്ടില് ഇവർക്ക് അങ്ങനെ ഒരു ഒന്നിനും പേടിയില്ല. അല്ലേ? കറക്റ്റല്ലേ? ഒരു സാധനത്തിന് കല്ലുവല്ലി, അതാണ്. ഒരു സാധനത്തിനും പേടിയില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളെ എന്റെ ഫേവറേറ്റ് നടനും നടിയും മലയാളത്തിലുള്ള പറഞ്ഞാൽ. എന്റെ ഫേവറേറ്റ് എന്റെ ഫേവറേറ്റ് നടിയും നടനും. ശരിക്കും എന്റെ ഫേവറേറ്റ് നടിയും
നിനക്ക് ടൊവിനോ നടൻ. ഇപ്പോഴത്തെ ആൾക്കാരില്ല. പഴയതാ? ഞാൻ പഴയതില്ലേ പഴയതിലാണെങ്കിൽ ഇവർക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് തോന്നുന്നത് ആസിഫ് അലി. ആസിഫ് അലി പഴയതാ. ആസിഫ് അലി എന്നും പുറകോട്ട് പോയി, കുറച്ചുകൂടി പുറകോട്ട് പോയാല് ആക്ടർ, മെയിൻ ആക്ടർ. അപ്പോ മമ്മൂട്ടി മമ്മൂട്ടി ബെസ്റ്റ് നടി. മമ്മൂട്ടിന്റെ കണ്ട് 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 ശോഭന നടി, ശോഭന നടി അല്ലേ? തലവേദന എടുത്ത ദിവസങ്ങളുണ്ട് ആ ഫിലിം കണ്ടിട്ട്. വാത്സല്യം സെയിം ക്വസ്റ്റ്യൻ, ലാസ്റ്റ് സെയിം ക്വസ്റ്റ്യൻ ഞാൻ അവളോട് ചോദിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂട്ടിയാണ്. ഞാൻ എഴുതി വെച്ചത് പിന്നെ തമിഴില് എഴുതി വെച്ചത് ആക്ടർ സൂര്യ. കറക്റ്റ്. എനിക്ക് സൂര്യന്റെ പടം എനിക്ക് ഭയങ്കര ഇഷ്ട ഫിലിമാണ്. നടി നയൻതാര. അത് എനിക്കത് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അതിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം പണ്ടേ മലയാള ഫിലിമിലെല്ലാം മോഹൻലാലിന്റെ ഫിലിമിലെല്ലാം അഭിനയിച്ച ഒരു നടിയാണ്. കുറെ കാലം മുന്നേ അഭിനയിച്ച ഒരു പെണ്ണാണ്. പിന്നെ അവള് തമിഴില് ഫുള്ള് ഭയങ്കര ആക്റ്റീവാണ്. രമ്യ കൃഷ്ണൻ. തമിഴില്. പിന്നെ പടയപ്പയില് രജനീകാന്തിന്റെ ഒപ്പം ഉണ്ടായ രമ്യ കൃഷ്ണൻ. അതിനായി ഞാൻ പറയുന്നത് കറക്റ്റ്. നീ പറയുന്ന രമ്യ കൃഷ്ണൻ മലയാളത്തിലെ പുതിയ നടിയല്ല. ഇത് പണ്ടേ ഉള്ള മോഹൻലാലിന്റെ ഫിലിമിലെല്ലാം അഭിനയിച്ച പിന്നെ രമ്യ കൃഷ്ണൻ. ഇപ്പം നമ്മളെ പടയപ്പ ഫിലിമിൽ അഭിനയിച്ച എത്ര ഫിലിമിലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മള് ക്വസ്റ്റ്യൻസിലെ കഴിക്കുന്നുണ്ട്. സംഭവം ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കില്ല ആരാ കൂടുതൽ മാർക്ക് വാങ്ങിച്ചിരിക്കുന്നത്? കൂടുതൽ ഞാൻ തന്നെയല്ല മാർക്ക് വാങ്ങിയ, ഞാൻ തന്നെ മാർക്ക് വാങ്ങുക. ഇപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ ഇത് നമ്മള് രണ്ടാളും പിന്നെ പരസ്പരം എത്രത്തോളം മനസ്സിലാക്കി. സത്യം പറഞ്ഞാല് എന്നെക്കാട്ടി കൂടുതൽ പിന്നെ എന്താ പറയണ്ടേ അറിയാൻ പറ്റുന്നത് എനിക്ക് ഇവിടെ അറിയുന്നതിനെക്കാട്ടും കൂടുതൽ ഇവക്ക് എന്നെ പറ്റി നല്ലോണം അറിയാം. അതുറപ്പാണ്. പിന്നെ വേറെന്താ? പിന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങള് നല്ല കമന്റ് മാത്രം വേണമെന്നൊന്നില്ല, നല്ല കമന്റ് മാത്രം എല്ലാ കമന്റും. അടുത്ത വീഡിയോയിൽ ഇനിയും വീണ്ടും കാണുന്നത് വരെ ബൈ.